അനുയോജ്യമായ റൂട്ടില്ലാത്തതിനാൽ വെറുതെ ഇട്ടിരിക്കുന്നത് 16 വന്ദേ ഭാരത് വണ്ടികൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സർവീസ് നടത്താൻ അനുയോജ്യമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതിനാൽ വെറുതെ ഇട്ടിരിക്കുന്നത് 16 വന്ദേ ഭാരത് ചെയർകാർ വണ്ടികളാണെന്ന് റിപ്പോർട്ട്. വന്ദേ ഭാരത് വണ്ടികൾക്ക് ഓടാവുന്ന രീതിയിൽ മണിക്കൂറിൽ 130 മുതൽ 160 കിലോമീറ്ററിനുമിടയിൽ വേഗം കൈവരിക്കാവുന്നതും സിഗ്നലുകൾ നവീകരിച്ചതുമായ റൂട്ടുകൾ ഇന്ത്യൻ റെയിൽവേയിൽ കുറവാണെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ലാഭകരമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതും പ്രധാന കാരണമാണ്. മറ്റ് വണ്ടികളുടെ സമയക്രമത്തെ ബാധിക്കാത്ത രീതിയിലുള്ള റൂട്ടുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ അധികൃതർ പ്രതീക്ഷിച്ചതുപോലെ അതിവേഗ വണ്ടികൾ ഓടിക്കാവുന്ന രീതിയിൽ ട്രാക്കുകൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് തീവണ്ടികൾക്ക് വേണ്ടി പല ഹ്രസ്വദൂര വണ്ടികളും പിടിച്ചിടേണ്ടി വരുന്നുണ്ട്. 8 കോച്ചുള്ള വന്ദേ ഭാരത് വണ്ടി ഓടുന്ന റൂട്ടിൽ പലപ്പോഴും 4-5 വണ്ടികളാണ് പിടിച്ചിടുന്നത്. ഈ വണ്ടികളിൽ യാത്ര ചെയ്യുന്നത് 5000-ഓളം പേരാണ്. 8 കോച്ചുള്ള വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത് 500 പേരും. 500 പേർ യാത്ര ചെയ്യുന്നതിനായി 5000-ഓളം പേർ വഴിമാറി കൊടുക്കേണ്ടി വരുന്നതായും ഇത് വന്ദേ ഭാരത് വണ്ടികൾക്കെതിരെ യാത്രക്കാരിൽ പ്രതികൂല വികാരം ഉണ്ടാക്കുന്നതായും റെയിൽവേ അധികൃതർ പറയുന്നു. വന്ദേ ഭാരത് ചെയർകാറിന് ഒരു ഭാഗത്തേക്ക് 8 മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതിനാൽ തന്നെ 8 മണിക്കൂറിൽ യാത്ര അവസാനിക്കുന്ന തിരക്കുള്ള റൂട്ടുകൾ മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ. അർദ്ധരാത്രി മുതൽ രാവിലെ 5 മണിവരെ വന്ദേ ഭാരത് ചെയർകാർ സർവീസ് നടത്താറില്ല. 8 കോച്ചുള്ള വന്ദേ ഭാരത് നിർമ്മിക്കാൻ 52 കോടി രൂപയാണ് ചിലവ്. അതായത് 800 കോടി രൂപയിലധികം ചിലവഴിച്ച് നിർമ്മിച്ച 16 വന്ദേ ഭാരത് വണ്ടികളാണ് ഇപ്പോൾ വെറുതെ ഇട്ടിരിക്കുന്നത്.